ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നലെ ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അത് നിങ്ങളാരെങ്കിലും കണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് പോയി നോക്കുക. ചെറിയൊരു ഹാപ്പി ന്യൂസാണ്. ഓക്കെ, അതിൻ്റെ താഴെ നിങ്ങൾ കുറേ പേര് ലോങ് വീഡിയോ വേണമെന്നുണ്ട് കമൻറ്റ് ചെയ്തത് ഞാൻ കണ്ടു. ഞങ്ങളോട് എപ്പോഴും പറച്ചിലുണ്ട്, നമുക്ക് വീക്ക് ഡേയ്സിൽ ലോങ് വീഡിയോ പോസിബിളായിട്ടുള്ളൊരു കാര്യമില്ല, പക്ഷേ വീക്കെൻഡിൽ നമുക്കത് നടക്കും. അതുകൊണ്ട് വീക്കെൻഡ് വരെ ഒന്ന് ക്ഷമിക്കുക. പിന്നെ ഇപ്പോൾ ഞാൻ ഈ തിങ്കളാഴ്ച ഒരു ലോങ് വീഡിയോ ഇട്ടിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ലോങ് വീഡിയോ ഇട്ടു. അതുപോലെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ക്ലാസ് ഇല്ലാതെ വരികയാണെങ്കിൽ അത് നമുക്ക് ലോങ് വീഡിയോ ഇടാം. ഓക്കെ, പിന്നെ എപ്പോഴും പറയണ പോലെ ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലെങ്കിൽ ഒരു കോക്കനട്ടും മനസ്സിലാവില്ല. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് എൽഡർ യൂണിഫിക്കേഷൻ ഓഫ് 5 എനർജീസ് ചെയ്യുന്നതും യോണിന് ലോയാലിറ്റി പ്രഖ്യാപിക്കുന്നതും പിന്നെ ആ നെയിംലെസ് മാന് ആരാന്നറിയാതെ യോഗോൺ ഇങ്ങനെ നിൽക്കുന്നതുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്കതിൻ്റെ ബാക്കി നോക്കാം. അപ്പോൾ എപ്പോഴും പറയണ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഇപ്പോൾ തന്നെ ചെയ്തു വെച്ചോ. ലാസ്റ്റൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മറന്നു പോകും. പിന്നെ ഇന്നലെ വിചാരിച്ചാലും ചിലതൊക്കെ നടക്കില്ലേ. 2000 അടിച്ചത് കണ്ടു ഞാൻ. അപ്പോൾ എന്തായാലും കൂടുതൽ നീട്ടി വരിക്കണില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവർ രണ്ടുപേരും പേഴ്സണൽ ട്രെയിനിങ് റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ് കാണിക്കുന്നത്. വെൽക്കം ബാക്ക് മൈ ലോഡ്. എനിക്ക് നിങ്ങളെല്ലാവരോടും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇനി മുതൽ ഞാനാവും യങ് ലോഡിൻ്റെ അടുത്ത് നിന്ന് അദ്ദേഹത്തിനെ സഹായിച്ചുകൊണ്ട് നിൽക്കുക. അത് കേട്ടപ്പോൾ യോണിൻ്റെ ഫോളോവേഴ്സൊക്കെ ഒന്ന് ഞെട്ടി. നിങ്ങളത് ചെയ്യോ എൽഡർ യോൺ? അത് എൻ്റെ പേഴ്സണൽ ഗോള് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും യങ് ലോഡ് മൈനർ പ്രീസ്റ്റ്ഹുഡ് ആവണം. പക്ഷേ എന്തൊക്കെയായാലും അദ്ദേഹത്തിന് ധാരാളം എനിമീസ് ഉള്ളതാണ്. എനിക്കറിയാം യങ് ലോഡ് ഭയങ്കര ഇൻക്രെഡിബിളി പവർഫുള്ളായിട്ടുള്ള ഒരാളാണെന്ന്. പക്ഷേ 6 മൈൻഡ് സെക്റ്റാണ് അദ്ദേഹത്തിൻ്റെ ഓപ്പോണൻസ്. അതുകൊണ്ട് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കും അറിയില്ല. നിങ്ങൾ പറഞ്ഞതും ശരിയാണ്. എനിക്കെന്താ ഇപ്പോൾ ഇങ്ങനൊരു ഫീലിംഗ് തോന്നുന്നു. എൻ്റെ ഹേർട്ട് എന്തോ ടൈറ്റായിട്ടുള്ള പോലെ ഫീൽ ചെയ്യുന്നു. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ സൈഡിൽ നിൽക്കുന്നത് അദ്ദേഹത്തിനൊരു ഗ്രേറ്റ് അഡ്വാൻറ്റേജ് തന്നെയാണ് എൽഡർ യോൺ. പക്ഷേ നിങ്ങളുടെ മാനർ വിട്ട് പുറത്തേക്ക് വരികയാണെങ്കിൽ അത് ഷാഡോ സെക്റ്റിനും സോഡ് സെക്റ്റിനും കൂടുതൽ സംശയം ഉണ്ടാക്കല്ലേ ചെയ്യുക. നീ പറഞ്ഞതും ശരിയാണ്. ഞാൻ അതിനെക്കുറിച്ച് അങ്ങ് ചിന്തിച്ചില്ല. പെട്ടെന്ന് നോക്കുമ്പോൾ വാങ്ങിയൂലുണ്ട് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ഗ്യോ ആണെങ്കിൽ ഇതെന്ത് തേങ്ങ എന്നുള്ള രീതിക്ക് അവനെ നോക്കിക്കൊണ്ട് നിൽക്കുക. ഗ്യോ, നീ അതിനെക്കുറിച്ച് ആലോചിച്ച് വേറെ ചെയ്യണ്ട. എന്ത് മൈലോഡ്, നമുക്ക് ഇങ്ങനെ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? പിന്നെ നമ്മളെ കാണിക്കുന്നത് ഫ്ലൈയിങ് ഫാൻ സെക്റ്റിൻ്റെ മാനറാണ്. വെൽക്കം ബാക്ക് യങ് ലോഡ്. എല്ലാം പ്ലാൻ ചെയ്ത പോലെ തന്നെ നടന്നില്ലേ? ആരാ ആ യങ് ലേഡി? അവൾക്ക് ഭയങ്കരമായിട്ടൊരു ഫിയേഴ്സ് ഗെയ്സാണുള്ളത്. ഓ, നീ ഇപ്പോഴും ഒരു ഡോളിനെ പോലെ തന്നെയല്ലേ ഡ്രസ്സ് ചെയ്തുകൊണ്ട് നടക്കണത്? എന്നെ ഇങ്ങനെ മേലോട്ടും താഴോട്ടും നോക്കുന്നത് നിർത്ത്. നീ എന്നോടാണോ സംസാരിക്കുന്നത്? അതെ, നിന്നോട് തന്നെ. ഈ വോയിസ്, ഈ റൂഡായിട്ടുള്ള പെരുമാറ്റം, ഈ സൗണ്ടൊക്കെ ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഒന്നാണല്ലോ. റൂഡോ? ആർക്കാടി റൂഡ്? അപ്പോഴാണ് എൽഡർ വാന് മനസ്സിലായത് അത് ആരാണെന്ന്. വെയിറ്റ്, അപ്പോൾ നിങ്ങൾ എൽഡർ യോണാണോ? നിങ്ങളുടെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ഗ്ലോ ചെയ്യണ്ടല്ലോ. അപ്പോൾ ഉറപ്പാണ് നിങ്ങൾ എന്തായാലും ഫിസിക്കൽ റീസ്റ്റോറേഷൻ ചെയ്തിട്ടുണ്ടാവും. നീ ഇങ്ങനെ നോക്കുന്നതൊന്ന് നിർത്ത് എൽഡർ യോണിന് വേണ്ടി ഒരു സ്കിൻ മാസ്ക് ക്രിയേറ്റ് ചെയ്യുന്നത് പോസിബിളാണോ നിങ്ങൾക്ക്? അത് അവർ ഫിസിക്കൽ റീസ്റ്റോറേഷൻ ചെയ്ത കാര്യം ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? ഏയ്, അതല്ല. നമുക്ക് എൽഡർ യോണായിട്ട് അഭിനയിക്കണ വേറൊരാളെ വേണം. ഓ, അപ്പോൾ എൽഡർ യോണ് നിങ്ങളുടെ ബോഡി ഗാർഡ് ആവാൻ പോവുകയാണല്ലേ? എനിക്കറിയില്ല ഇതാരാ പറഞ്ഞു തന്നെന്ന്, പക്ഷേ ഇതെന്തായാലും ഒരു ബ്രില്യൻ പ്ലാൻ തന്നെയാണ്. എനിക്കെന്തോ എൻ്റെ ബേക്കിൽ ദേഷ്യത്തിൽ ആരോ വരുന്ന പോലൊരു ഫീലിംഗ് ഇങ്ങനെ തോന്നുന്നു. നോക്കുമ്പോൾ ബേക്കിൽ ഗ്യൂവിൻ്റെ മുഖം നോക്ക്. യോണിൻ്റെ റിക്വസ്റ്റ് പ്രകാരം ഒരു സ്കിൻ മാസ്ക് ഉണ്ടാക്കാൻ വേണ്ടി ഒയ്ഹുവാന് വർക്ക്ഷോപ്പിക്ക് പോയി. യോണാണെങ്കിൽ ആ ഒരു ദിവസം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അദ്ദേഹം അക്കാഡമിയിൽ നിന്ന് ഇറങ്ങിയത് മുതൽ റെസ്റ്റ് എടുത്തിട്ടേ ഇല്ല. ആ ഒരു ടൈമിൽ വാങ്ഹ്യൂലും ഹിയോബോങ്ങും അവരവരുടെ സെക്റ്റിൽ പോയിട്ട് പേരൻസിനെ മീറ്റ് ചെയ്യാൻ പോയി. ഗ്യൂവും അവളുടെ ബ്രദർ ഒറ്റക്കായതുകൊണ്ട് തന്നെ വെറി ചെയ്ത് നിൽക്കുന്നു. അതുകൊണ്ട് അവളും ഡിമോണിക് ഡ്രാഗൺ പാം സെക്റ്റിക്ക് പോയി. അങ്ങനെ ആ ഒരു ദിവസം കടന്നുപോയി. നിങ്ങളെ വറി ചെയ്തതിന് എന്നോട് ക്ഷമിക്കണം മൈലോഡ്. നിന്നെ കണ്ടതിൽ എനിക്ക് സന്തോഷം. നീ ഓക്കെ അല്ലേ ഇപ്പോൾ? യെസ്, അതൊരു ഇൻറ്റേർണൽ ഇഞ്ചുറി ആയിരുന്നു. എനിക്കിപ്പോൾ എന്തായാലും പഴയ പോലെ തന്നെ ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുന്നുണ്ട്.
പക്ഷേ ബേഗിക്കാണെങ്കിൽ എക്സ്റ്റേണൽ ഇഞ്ചുറീസും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവന് കുറച്ച് ദിവസം നടക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കണില്ല. എന്നോട് ക്ഷമിക്കണം, നിങ്ങളെല്ലാവർക്കും ഇങ്ങനെ ഇഞ്ചുർഡ് ആയത് ഞാൻ കാരണം കൊണ്ടാണല്ലോ. ഏയ്, അങ്ങനൊന്നുമില്ല മൈലോഡ്, പ്ലീസ് നിങ്ങൾ അങ്ങനെ പറയരുത്. മൈലോഡ്, ഇത് ഞാനാ, ഹിയോബോ, നിങ്ങളുടെ നമ്പർ 1 ഫോളോവർ. ഞാൻ തിരിച്ചു വന്നു. വെൽക്കം ബാക്ക്. നിൻ്റെ പേരൻസൊക്കെ എങ്ങനെ ഇരിക്കുന്നു? അവരുടെ കാര്യങ്ങളൊക്കെ അടിപൊളിയായി പോകുന്നുണ്ട് മൈലോഡ്. നിൻ്റെ ബ്രദറിന് എങ്ങനെയുണ്ട്? എൻ്റെ ഗ്രാൻഡ് ഫാദർ ഇപ്പോൾ അവിടെ ഇല്ല, അതുകൊണ്ട് തന്നെ ഞാൻ ചെറുതായിട്ട് വറി ചെയ്ത് നിൽക്കുകയായിരുന്നു. പക്ഷേ താങ്ക്ഫുള്ളി അവന് കുഴപ്പമൊന്നുമില്ല. ഓ, അത് കേട്ടതിൽ സന്തോഷം. ഇപ്പോൾ എന്തായാലും ബേഗി അല്ലാത്ത വേറെ എല്ലാവരും തിരിച്ചു വന്നല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത പ്ലാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞങ്ങൾക്ക് ഓർഡർ തരൂ മൈലോഡ്, ഞങ്ങൾ എല്ലാത്തിനും റെഡിയാണ്. ഞാൻ നിങ്ങളെ കുറച്ച് ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. വാങ്ഹോലും ഹിയോബോങ്ങും ഗ്യൂവും അക്കാഡമിയിലുണ്ടാകുമ്പോൾ നമ്മളെ കൂടെ ജോയിൻ ചെയ്ത ഫോളോവേഴ്സിൻ്റെ സെക്റ്റിനെ കോണ്ടാക്റ്റ് ചെയ്യണം. പക്ഷേ മൈലോഡ്, നിങ്ങളുടെ സൈഡിൽ 3 പേരെങ്കിലും വേണ്ടേ? ഞാൻ വിചാരിക്കുന്നത് ഈ ടാസ്കിന് ഹിയോബോങ്ങും ഞാനും മാത്രം മതിയെന്നാ. ഗ്യൂവിനെ നിങ്ങൾ നിങ്ങളുടെ സൈഡിൽ തന്നെ വെച്ചോ. ഈ ചെങ്ങായി ഇവൻ കാരണം എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ലല്ലോ. ചില സമയത്തൊക്കെ വാങ്ഹോൽ യൂസ്ഫുള്ളാണെന്നാണ് തോന്നുന്നത്. ശരി, അങ്ങനെയെങ്കിൽ ഞാൻ വാരിയർ ഡാൻസ് സെക്റ്റിക്ക് പോവുകയാണ്. ബാക്കിയുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് വിട്ടു തരുന്നു. പിന്നെ നമ്മളെ കാണിക്കുന്നത് ഡിമോണിക്കൾട്ടിൻ്റെ ഈസ്റ്റ് കോർണറിലുള്ള ഹൈ റാങ്കിങ് വാരിയർ ഡാൻസ് സെക്റ്റാണ്. ഈ മാനറാണെങ്കിൽ ഭയങ്കര വലുതും ഫ്ലാഷി ആണല്ലോ. ഇതിൻ്റെ വലിപ്പം വെച്ച് മാത്രം നോക്കുകയാണെങ്കിൽ ഇത് മെയിൻ 6 സെക്റ്റിനെ തന്നെ റൈവൽ ചെയ്യും. ഇവിടുന്ന് ജെഡ് മെഡാലിയൻ കിട്ടുന്നത് അത്ര ബുദ്ധിമുട്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യങ് മാസ്റ്റർ, മിസ്റ്റർ ആച്ചുൻ, മിസ്റ്റർ സൺവോൺ. ഓ യങ് മാസ്റ്റർ, നിങ്ങൾ ഭയങ്കരമായിട്ട് വളർന്നല്ലോ. അപ്പോൾ ഇതിനർത്ഥം നിങ്ങൾ അക്കാഡമിയിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്തെന്നാണോ? അതെ, ഞാൻ ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ പോയി ഫാദറിനോട് പറയും ഞാൻ യങ്ങിലോട് യോൺചിയോണ്ടപ്പാണ് വന്നിട്ടുള്ളതെന്ന്. ഓക്കെ, കണ്ടിട്ട് അവരൊക്കെ ഭയങ്കര ക്ലോസ് ആണെന്നാണ് തോന്നുന്നത്. ഇവിടുന്ന് എന്തായാലും നമ്മുടെ ലോഡിന് ജെഡ് മെഡാലിയൻ കിട്ടാൻ അത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവില്ല. വെൽക്കം യങ് ലോഡ്, ഐ മീൻ എൽഡർ ജോൺ. ഞങ്ങളുടെ ഈ ഹമ്പിൾ മാനർക്ക് നിങ്ങൾ എന്തിനാണ് വന്നത്? നിങ്ങളുടെ ഹോസ്പിറ്റാലിറ്റിക്ക് വളരെ നന്ദി എൽഡർ സമ. വരൂ, അകത്തേക്ക് പോവാം. ഇപ്പോൾ നിങ്ങളിവിടെ എത്തിയോണ്ട് തന്നെ ഇതൊരു വിരുന്ന് വിളിക്കേണ്ട ടൈമാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ നമ്മളെ കാണിക്കുന്നത് വാരിയർ ഡാൻസ് സെക്റ്റത്തെ ഗസ്റ്റ് ഹാളാണ്. ഇത് കുറേ ഒന്നുമില്ല, പക്ഷെ നിങ്ങൾ കഴിക്കൂ. നിങ്ങൾ ആ എൽഡർ ബേക്കിനെതിരെ ഗോഡ് ലൈക്ക് മാർഷൽ ആർട്സ് സ്കില്ലുകൊണ്ട് പോയപ്പോൾ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. ഓ, ഇത് കുറച്ച് കൂടുതലാണല്ലോ. എൽഡർ സമ, ഞാനിന്നിവിടെ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത് നിങ്ങളുടെ അടുത്തൊരു സഹായം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ഓഫ് കോഴ്സ്, അതെൻ്റെ പവറിൻ്റെ ഉള്ളിൽ വരുന്നതാണെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ ഞാനും റെഡിയാണ്. ഞാൻ മൈനർ പ്രീസ്റ്റ്ഹുഡ് ആവണ അസെൻഷനിൽ നിങ്ങളും എൻ്റെ വിറ്റ്നസ് ആവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓ, നിങ്ങളാണോ അടുത്ത മൈനർ പ്രീസ്റ്റ് ആവാൻ പോണത്? നിങ്ങളിങ്ങനെ മര്യാദയൊന്നും കാണിക്കണ്ട. നിങ്ങളിങ്ങനെ റിജിഡ് ആവില്ലേ? ഗോൺ. യെസ് സാർ. പിന്നെ നോക്കുമ്പോൾ ആ ഗാർഡ് പെട്ടെന്ന് അവിടുന്ന് പോയി. പിന്നെ നോക്കുമ്പോൾ നമ്മളെ കാണിക്കുന്നത് ഒരു സ്ത്രീ അവിടേക്ക് പെട്ടെന്ന് വരുന്നതാണ്. ഗ്രീറ്റിംഗ്സ് എൽഡർ ചിയോൺ, ഞാൻ യോങ് സമ, ഞാൻ യോവൺ ചിയോൺ. നിങ്ങൾ എന്താ വിചാരിച്ച്? ഇതെൻ്റെ മകളാണ്, ചക്കിൻ്റെ യങ് സിസ്റ്റർ. ഓഫ് കോഴ്സ്, നിങ്ങളുടെ മൈനർ പ്രീസ്റ്റ്ഹുഡ് ആവുന്ന അസെൻഷനിൽ ഞാനും വിറ്റ്നസ് ആവും എൽഡർ ചിയോൺ. പക്ഷേ നമ്മളിപ്പോൾ ഒരു മ്യൂച്വലി ട്രസ്റ്റിൽ പോവുകയാണെങ്കിൽ നമുക്ക് എന്തായാലും അതിനൊരു ഫൗണ്ടേഷൻ വേണ്ടേ? നിങ്ങൾ എന്താണ് ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്? ഞാൻ കേട്ടതനുസരിച്ച് എൽഡർ ചിയോൺ, നിങ്ങളിപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല. ഈ ജെയ്ഡ് ഫ്ലവർ വൈൻ്റെ സ്മെല്ല് എന്തായാലും അടിപൊളിയാണ്. ഞാൻ ഉറപ്പ് വരുന്നു, ഞങ്ങളിത് കുടിച്ചത് വാങ്ഹോൽ എങ്ങാനും അറിയുകയാണെങ്കിൽ അവൻ എന്തായാലും അസൂയ വരും. പിന്നെ നമ്മളെ കാണിക്കുന്നത് ആ മുന്നേ നടന്ന സംഭവങ്ങളൊക്കെ ഗ്യൂവിൻ്റെ പെർസ്പെക്റ്റീവിലാണ്. അപ്പോൾ എൽഡർ സമയമാണെങ്കിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ചക്കിൻ്റെ സിസ്റ്ററോ? ഇവളെന്താ ഇവിടെ ചെയ്യുന്നത്? ഞാൻ കേട്ടതനുസരിച്ച് നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ല. ഇവളെന്തായാലും അത്ര പെർഫെക്റ്റ് അല്ല. പക്ഷേ എൻ്റെ മകളെ കല്യാണം കഴിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? പെട്ടെന്ന് ഗ്യൂ കുടിച്ചുകൊണ്ടിരുന്ന ആ വൈന് ഒരൊറ്റ തുപ്പലാണ്ട് തുപ്പി. ഗ്യൂ, എന്ത്? ഈ പ്രപ്പോസലിന് എനിക്ക് താല്പര്യമില്ല എൽഡർ സമ. നിങ്ങൾ ഈ കണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ എൽഡർ ചിയോൺ? ഏയ്, അതല്ല.
അങ്ങനെയാണെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രോബ്ലം ആവുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എൽഡർ ചിയോൺ. എനിക്ക് നേരത്തെ മനസ്സിലായിരുന്നു ഇത്രത്തോളം ഹോസ്പിറ്റാലിറ്റി ഒക്കെ തരുന്നതുകൊണ്ട് ഇവിടെ എന്തോ നടക്കാൻ പോകുന്നുണ്ടെന്ന്. അദ്ദേഹം ഇത് ആദ്യം മുതലേ പ്ലാൻ ചെയ്ത് നിൽക്കുകയായിരുന്നു. യങ് ലോർഡ് ചിയോൻ്റെ ബ്ലഡ് ലൈനുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും. അദ്ദേഹം പോയിസൺ സെക്ടത്തെ ചീഫിനെ തോൽപ്പിച്ചതിന് ശേഷം എനിക്ക് ഉറപ്പായിരുന്നു ആ 6 മെയിൻ സെക്റ്റ് കഴിഞ്ഞ 500 വർഷമായി കൊണ്ട് നടന്നിരുന്ന അതോറിറ്റിയായിട്ട് അദ്ദേഹത്തിന് ഒരിക്കലും ഒരു ബന്ധം ഉണ്ടാകാൻ പോയില്ല എന്ന്. അദ്ദേഹം അവർക്കെതിരെ പോണൊരു മൈനർ പ്രീസ്റ്റായി മാറുമെന്നും. ഞങ്ങൾ ഹൈ റാങ്കിങ് സെക്റ്റിൻ്റെ സ്റ്റാറ്റസിലൊക്കെ എത്തിയിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴും ആ 6 മെയിൻ സെക്റ്റിൻ്റെ കീഴിലാണ് ഞങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ ഈ ചാൻസ് നമുക്ക് യൂസ്ഫുള്ളായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കണമെങ്കിൽ ഞങ്ങളുടെ സ്വന്തം ഒരാൾ യങ് ലോർഡ് ജിയോൻ്റെ വൈഫായി മാറണം. ഇത് കുറേ കാലം മുന്നേ ഉള്ളൊരു ട്രഡീഷനാണ്. 2 പാർട്ടീസിൻ്റെ ഒരു ട്രസ്റ്റ് നിലനിർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ കല്യാണം കഴിക്കുന്നത്. എനിക്കറിയായിരുന്നു അവൻ ഇങ്ങനെ തന്നെ റിയാക്ട് ചെയ്യുള്ളൂ എന്ന്. ഈ പൊളിറ്റിക്സിനെ കുറിച്ച് അറിയാൻ മാത്രമൊന്നും അവൻ വളർന്നിട്ടില്ല. അവൻ ഇപ്പോഴും ചെറിയ പയ്യനാണ്. എനിക്കുറപ്പുണ്ട് മറ്റാരെക്കാളിലും നിങ്ങൾക്കറിയാം മൈനർ പ്രീസ്റ്റ്ഹുഡൊക്കെ കയറുന്നത് 6 മെയിൻ സെക്റ്റുമായിട്ടൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നുള്ളത്. നിങ്ങളവരെ താഴെ ഇറക്കാൻ പോവുകയാണെങ്കിൽ അവരുടെ പവറിനെ റൈവൽ ചെയ്യുന്ന ഒരു ഫോഴ്സ് നിങ്ങൾക്ക് എന്തായാലും വേണം. അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾ വാരിയർ ഡാൻസ് സെക്റ്റ് അത് നിങ്ങൾക്ക് വലിയൊരു അസറ്റാവും എൽഡർ ചിയോൺ. അദ്ദേഹം ഭയങ്കരമായിട്ട് കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മുടെ ലോഡ് അവളെ കല്യാണം കഴിക്കുന്ന തോന്നുന്നു. വെയിറ്റ്, ഞാനെന്തിനാ അതിനെക്കുറിച്ച് ആലോചിച്ച് വറി ചെയ്യണത്? ഞാൻ ജസ്റ്റ് നമ്മുടെ ലോഡിന് ലോയാലിറ്റി പ്രഖ്യാപിച്ചൊരു ഫോളോവർ, അത്രേ ഉള്ളൂ, വേറൊന്നുമല്ല. പെട്ടെന്ന് നോക്കുമ്പോൾ ഗ്യൂവിൻ്റെ ഹെഡ് ബീറ്റൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കൂടാൻ തുടങ്ങി. എൽഡർ ചിയോൺ, എനിക്കറിയാം നിങ്ങൾ ഒരു സെക്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടില്ല എന്ന്. അപ്പോൾ നിങ്ങൾ ബ്ലഡ് ലൈനിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ പൊസിഷനെ ശക്തിപ്പെടുത്താൻ സഹായിക്കും. ഞാൻ നിങ്ങളുടെ വിറ്റ്നസ് ആവാം. പിന്നെ നമ്മൾ ഫാമിലിയായി മാറുമ്പോൾ അത് നിങ്ങൾക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ തന്നെ കിട്ടും. നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ എനിക്കുറപ്പാണ് ഇതിനേക്കാളും ബെറ്ററായിട്ട് വേറെ ഒരു പ്രപ്പോസലും ഉണ്ടാവില്ല. നിങ്ങൾ ശരിക്കും ഒരു കൺവിൻസിങ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ് തന്നെയാണ് നടത്തുന്നത്. അത് കേട്ടപ്പോൾ തന്നെ ഗ്യൂവിൻ്റെ മുഖമൊക്കെ ആകെ മാറി. കൺവിൻസിങ്ങോ? അപ്പോൾ അതിനർത്ഥം അദ്ദേഹം അവളെ കല്യാണം കഴിക്കാൻ പോവുകയാണെന്നാണോ? എൻ്റെ ഹൃദയമൊക്കെ വേദനിക്കണ പോലെ. ഞാൻ ലോഡിനെ ലവ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഞാനത് ഇപ്പോഴാണോ റിയലൈസ് ചെയ്യണത്? അവൾ ശരിക്കും സുന്ദരിയാണ്. നമ്മുടെ ലോഡിനെ അവളെ ഇഷ്ടപ്പെട്ടതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇനി എന്നെ നോക്കുകയാണെങ്കിൽ എപ്പോഴും സ്കിൻ മാസ്ക് ധരിച്ച് ഒരാണിനെ പോലെ ആക്ട് ചെയ്ത് നടക്കണ ഒരാൾ. നമ്മുടെ ലോഡ് എന്നെ ഒരു പെണ്ണായിട്ട് പോലും ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. നിങ്ങൾ ശരിക്കും ഒരു റൈറ്റ് ചോയ്സാണ് എടുത്തത്. നമ്മളിപ്പോൾ ഒരു ഫാമിലിയായി മാറാൻ പോണത് കൊണ്ട് തന്നെ ഞങ്ങൾ വാരിയർ ഡാൻസ് സെക്ടർ നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്. ഞാൻ വിചാരിക്കുന്നത് ഇവിടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്ത്? നിങ്ങൾ എന്താ അതുകൊണ്ട് ഉദ്ദേശിച്ചത്? ഞാൻ പറഞ്ഞത് നിങ്ങളൊരു കൺവിൻസിങ് ആർഗ്യുമെൻ്റ് നടത്തിയെന്ന് മാത്രമാണ്. ഇനി ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ മകളെ ഞാൻ കല്യാണം കഴിക്കുന്നില്ലെങ്കിൽ എൻ്റെ വിറ്റ്നസ് ആവാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ? അത് എനിക്കുറപ്പായിരുന്നു അദ്ദേഹം യെസ് പറയുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു ചോദ്യം ഞാൻ തിരിച്ച് പ്രതീക്ഷിക്കുകയേ ചെയ്തില്ല. ഇപ്പം ഞാൻ ഇല്ല എന്ന് പറഞ്ഞാൽ എന്നെ ശരിക്കും അദ്ദേഹം ഒരു ഗ്രീഡി ആയിട്ടാണ് കാണുക. പക്ഷേ ഇപ്പം ഞാൻ യെസ് പറഞ്ഞാൽ എൻ്റെ ജെയ്ഡ് മെഡാലിയന് പകരമായിട്ട് ഈ മാരേജ് ഞാൻ യൂസ് ചെയ്യാൻ നിന്ന ലെവറേജ് തന്നെ നഷ്ടപ്പെടും. എനിക്കെന്തായാലും ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കണം. ഇല്ല, എന്നോട് ഒരിക്കലും 6 മെയിൻ സെക്ടറെ പേടിക്കണേ ഇല്ല. അദ്ദേഹത്തിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ദോഷം മാത്രമേ ചെയ്യുള്ളൂ. മൈലോഡ്, ഞാനൊന്ന് സംസാരിച്ചോട്ടെ? ചക്ക്, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. എൻ്റെ ഫാദർ നിങ്ങൾ 6th എക്സാമിനേഷൻ പാസ്സായത് മുതലേ നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ലാതെ അദ്ദേഹത്തിന് വേറെ ഉദ്ദേശങ്ങളൊന്നുമില്ല. ഈ മാരേജ് പ്രപ്പോസൽ നടത്താൻ വേണ്ടി മാത്രമല്ല അദ്ദേഹം ഈ വിരുന്നൊരുക്കിയത്. അദ്ദേഹത്തിന് അറിയാം നിങ്ങളാണ് മൈനർ പ്രീസ്റ്റ്ഹുഡിന് പെർഫെക്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് എന്ന്. എടാ, നീ എന്തിനാ നിൻ്റെ ആ വായ തുറന്നത്? ഇത് ശരിയാണോ? കണ്ടിട്ട് നിങ്ങളുടെ മകൻ പറഞ്ഞത് സത്യമല്ല എന്നാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് നമ്മൾ രണ്ടുപേരും ഡിഫറെൻറ്റ് പാത്തിലൂടെ നടക്കേണ്ട ആൾക്കാരാണെന്നാ. എന്തായാലും നിങ്ങളുടെ ഹോസ്പിറ്റാലിറ്റിക്ക് താങ്ക് യു. അത് കേട്ടപ്പോൾ തന്നെ ഗ്യൂവിൻ്റെ ഡള്ളായിട്ടിരുന്ന മുഖമൊക്കെ ആകെ ബ്രൈറ്റ് ആവാൻ തുടങ്ങി. അവൾക്ക് ഭയങ്കര സന്തോഷമായി. വെയിറ്റ്, നമ്മുടെ ലോഡ് ഇത് റിജക്റ്റ് ചെയ്താൽ അപ്പോൾ പിന്നെ എന്താണ് അടുത്ത സ്റ്റെപ്പ്? വരൂ, നമുക്കെല്ലാവർക്കും പോകാം.
അവരെല്ലാവരും എണീറ്റ് നടക്കാൻ തുടങ്ങി. വെയിറ്റ്, എൽഡർ ജിയോൺ, നിങ്ങൾ എന്തിനാ ഇപ്പോൾ ഈ പെട്ടെന്ന് പോകാൻ നിൽക്കുന്നത്? അത് ഞാൻ ഈ മാരേജ് പ്രപ്പോസൽ വെച്ചുകൊണ്ടാണോ? എനിക്ക് വേണമെങ്കിൽ നിങ്ങളിപ്പോൾ ഈ വെച്ച ഈ പ്രപ്പോസലായിട്ട് മുന്നോട്ട് പോവായിരുന്നു എൽഡർ സമ. പക്ഷേ നിങ്ങൾക്കറിയോ ഞാൻ എന്തിനാണ് ഈ മൈനപ്രിസ്റ്റാവാൻ തന്നെ ആഗ്രഹിച്ചതെന്ന്? ആ 6 മെയിൻ സെക്ടറും അവരുടെ ഈ ദുഷ്ടപ്രവർത്തികളൊക്കെ ആദ്യം മുതലേ ചെയ്തു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയോ? ബ്ലഡ് ലൈൻ റിലേഷൻസാണ് നമ്മളിന്ന് ഈ കാണുന്ന 6 മെയിൻ സെക്ടിനെ തന്നെ ക്രിയേറ്റ് ചെയ്തത്. നമ്മുടെ കൾട്ടത്ത് തന്നെ ലീഡിങ് മെമ്പർ എന്ന നിലയ്ക്ക് എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്കും അത് അറിയാമെന്ന്. ഞാൻ ഇതിന് മുന്നോട്ട് വന്നത് തന്നെ നമ്മുടെ കൾട്ടിനെ ഇതൊന്ന് ഫ്രീ ആക്കി പഴയ പോലെ ആക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഈ കൾട്ടിനെക്കുറിച്ച് എനിക്കൊരു ബെറ്റർ ഫ്യൂച്ചർ വിഷൻ ഉണ്ട്. പിന്നെ എങ്ങനെ ഞാൻ ആ 6 മെയിൻ സെക്ടറും ചെയ്ത ഈ ദുഷ്ടപ്രവൃത്തികളൊക്കെ വീണ്ടും ചെയ്യുക? അതുകൊണ്ട് തന്നെ എനിക്കൊരു ബ്ലഡ് ലൈൻസുമായിട്ടും ബന്ധം വേണ്ട. അവന് 20 വയസ്സ് പോലും ആയിട്ടില്ല, പക്ഷേ ഇപ്പോൾ തന്നെ അവന് നമ്മുടെ കൾട്ടിനെ കുറിച്ചൊരു നല്ല വിഷനുണ്ട്. ഇവിടെ ഞാനാണ് മണ്ടനായത്. യങ് ലോർഡ് ജിയോണിന് അദ്ദേഹത്തിന് സ്വന്തമായിട്ട് തന്നെ ഒരു ലീഗുണ്ട്. നിങ്ങളുടെ ഈ കൈറ്റ്നെസ്സിനൊക്കെ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യണം, പക്ഷേ നമ്മൾ രണ്ടുപേരും ഡിഫറെൻറ്റ് വാല്യൂസാണ് ഷെയർ ചെയ്യുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ട്രൂലി ലവ് ചെയ്യണ ഒരാളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഗുഡ് ബൈ. അവരെല്ലാവരും ഇറങ്ങാൻ തുടങ്ങി. നോക്കുമ്പോൾ പെട്ടെന്ന് എൽഡർ സമ വന്നിട്ട് മുട്ടുകുത്തി നിന്നു. യങ് ലോർഡ്, നിങ്ങളുടെ വിഷൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാതെ ഞാനാണ് ഇവിടെ ഫോളായത്. എന്നോട് ക്ഷമിക്കണം. എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? ഞാൻ 9th എൽഡറും വാരിയർ ഡാൻസെക്ടത്തെ ചീഫുമായ ഒയ്സമ, നിങ്ങൾക്ക് ഞാൻ എൻ്റെ ലോയാലിറ്റി പ്രഖ്യാപിക്കുന്നു. എൻ്റെ ഈ ജെയ്ഡ് മെഡാലിയൻ അക്സെപ്റ്റ് ചെയ്ത് എന്നെയും നിങ്ങൾ സ്വീകരിക്കണം. അത് കണ്ടപ്പോൾ ഗ്യൂവും 10th എൽഡറും ഒന്ന് ഞെട്ടി. എന്തതിപ്പോൾ പെട്ടെന്നൊരു മനം മാറ്റം എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ യോവോണൊന്നും ചിരിക്കുക ചെയ്തുള്ളൂ. പിന്നെ അവർ ആ ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് സന്തോഷത്തോടെ ഇറങ്ങി. ഒരു ചെറുപ്പക്കാരൻ എന്നെ മറികടക്കുന്നോ, അവസാനം അവന് തന്നെ ഞാൻ എൻ്റെ ലോയാലിറ്റി പ്രഖ്യാപിക്കുമെന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല. ഞാനിപ്പോൾ ശരിയായ തീരുമാനം എടുത്തു എന്ന് എനിക്ക് തോന്നുന്നത്. യോങ്, യെസ് ഫാദർ, അദ്ദേഹത്തിനെ പോലെ ഒരുത്തനെ മിസ്സാക്കിയത് ശരിക്കും നഷ്ടമാണ്. നിങ്ങളതിനെക്കുറിച്ച് ആലോചിച്ച് വറി ചെയ്യണ്ട. ആവശ്യത്തിനുള്ള സ്ട്രൈക്ക് കിട്ടിയ ഏത് മരവും വീഴും. എനിക്കറിയാം ഞാൻ പോകുന്നിടത്തൊന്നും എൻ്റെ സൗന്ദര്യം കുറയില്ലാന്ന്. പക്ഷേ അദ്ദേഹം എന്നെ ഒരിക്കൽ പോലും നോക്കുക ചെയ്തില്ല. ഒരു ദിവസം നീ എന്നെ ആഗ്രഹിച്ച് എൻ്റെ അടുത്തേക്ക് തന്നെ വരും. ഓ, അതാണ് എൻ്റെ മകൾ. എന്ത് തന്തയില്ലേ ഇയാൾ? സ്വന്തം മോളെ ഇങ്ങനെ പ്രേമിക്കാൻ ഇങ്ങനെ പറഞ്ഞയക്കുക. ഓപ്പോസിറ്റ് വെക്കുന്ന ആൾക്ക് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കണില്ല. പിന്നെ നോക്കുമ്പോൾ അവരെല്ലാവരും വാരിയർ ഡാൻസ് സെക്റ്റിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ യാത്ര ചെയ്യേണ്ടതാണ് നമ്മളെ കാണിക്കുന്നത്. ആ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഗ്യൂ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക. പിന്നെ നമ്മളെ കാണിക്കുന്നത് നേരത്തെ യോവണ് കല്യാണക്കാര്യം പറയുമ്പോൾ സംസാരിച്ച് ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ഗ്യൂ ഇങ്ങനെ സന്തോഷിക്കേണ്ടതാണ് കാണിക്കുന്നത്. യോവണ് നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഞാൻ എനിക്ക് ശരിക്കും ഇഷ്ടമുള്ള ഒരാളെ കല്യാണം കഴിക്കുള്ളൂ എന്ന്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഗ്യൂവിനെ നോക്കിയിരുന്നു. ഞാൻ വെറുതെ ഇതൊക്കെ ഇമാജിൻ ചെയ്യുകയാണ്. പക്ഷേ ആ സമയത്ത് ലോഡ് എന്നെ നോക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ തൽക്കാലത്തിന് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ഗ്യൂയുടെ ലവും വെച്ച് നിർത്തുകയാണ് നമ്മൾ. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഗ്യൂവിൻ്റെ ലവും പിന്നെ 11th എൽഡർ പറഞ്ഞ പ്രകാരം പാട്രിയാർക്കും എൽഡേഴ്സൊക്കെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാര്യം ഒക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോ ആയി വരുന്നവർക്കും ബൈ ബൈ.